അപ്പോൾ നമുക്ക് ചെറിയൊരു വയനാട് വ്ലോഗ് കണ്ടാലോ? നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വയനാട് ചുരമൊക്കെ കയറി മുകളിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബാക്കിൽ വരും കേട്ടോ. വയനാട് ഏതൊരു വളവെത്തിയില്ല ചുരത്തില് അതോ നമ്മളെടുത്തി എവിടെത്തി എവിടെ എത്തിയില്ലേ വയനാട് എത്തിയോ? ഒരു യോഗ എടുക്ക്. എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ചുരം ഫുള്ള് കേറിയില്ല. ഇനി മുകളിലെത്തിയിട്ട് അടുത്ത വ്യൂ ഇടുന്നതായിരിക്കും. ഓക്കെ, എന്താ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന തിരക്കില്ല. ഒരു യോഗ എടുക്കുക നോക്കി. അതെ, സർക്കാർ എടുത്തെടുത്ത വീടാണ് ഇപ്പൊ നിങ്ങൾ കാണേണ്ടത്. എല്ലാരും കണ്ടില്ലേ? അതൊക്കെയാണ് വീട്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ചായ അടിക്കാൻ ഇറങ്ങിയത്. നോക്ക് അനുസരിച്ച് എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ചേച്ചി ഫുഡ് എങ്ങനെയുണ്ട്? നമ്മളിപ്പോ ഉള്ളത് എന്താ ടൗൺഷിപ്പിലാണ്. നമ്മളിപ്പോ എവിടെയുള്ളേ? ടൗൺഷിപ്പില്. വയനാട് എവിടെ? അടിപൊളി ഗാർഡനൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു വൈബില്ലേ? പിന്നെ അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ. ഓരോ വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതാണ് നമ്മുടെ വീട്. എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളിയില്ലേ? ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. സർക്കാർ കൊടുത്ത വീട് എങ്ങനെയുണ്ട്? സൂപ്പർ പറയ്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മറ്റേ കാരപ്പുഴ ഡാമില്ലേ, അവിടേക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ അത്ര വലിയ സംഭവമൊന്നുമില്ല. എൻട്രി ടിക്കറ്റ്സ് ഉണ്ട്. കറക്റ്റ് എനിക്ക് റേറ്റ് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അധികമൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മറ്റേ വലിയ ഊഞ്ഞലൊക്കെ ഉണ്ടായിരുന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടി. ആരും ധൈര്യമുള്ളവരില്ല കൂട്ടത്തിലെന്നില്ലേ. പിന്നെ നല്ല ഗാർഡനും അടിപൊളിയായിരുന്നു അവിടെ കാണാനൊക്കെ. പിന്നെ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ വന്ന് പിന്നെ 2 വത്തക്കൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി അടുത്തത് ഉച്ചക്കത്തെ ഫുഡ്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഫുഡ് എവിടുന്ന് കഴിക്കുന്നത് നോക്കൂ. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? കുട്ടിക്ക് കൊടുക്കാതെ ഒച്ചയ്ക്ക് തിന്നുന്ന അമ്മ. അതവിടെയും അതെ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വെള്ളച്ചാട്ടത്തേക്കാട്ടോ. ഇവിടെ ആ വെള്ളച്ചാട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് ഞാൻ മറന്നുപോയി.
അപ്പം ഇവിടെയും നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ലേനി, അപ്പം ഞങ്ങൾക്ക് അതിലൊന്നും ചാടാൻ കഴിഞ്ഞില്ല. കണ്ടോ ഈ വ്യൂ ഒക്കെ നോക്കുക, അടിപൊളിയല്ലേ, നല്ല രസമായിരുന്നു. പക്ഷേ അധികം ഇപ്പോൾ വേനലായതുകൊണ്ട് അധികം വെള്ളം ഇല്ല, കുറവാണ്. പക്ഷേ താഴേക്ക് ഇറങ്ങുമ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല വെള്ളമൊക്കെ ഉണ്ടായിനി. അവിടെ കുറേ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഡ്രസ്സൊന്നും എടുക്കാത്തതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. പക്ഷേ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഉരുൾപൊട്ടിയ സ്ഥലത്താട്ടോ പോയത്, അട്ടമല അല്ലേ. ഇവിടെയാണ് മറ്റേ ചൂരൽമലയിൽ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ട് വീടുകളൊക്കെ കണ്ട് ഫുള്ള് ചളിയാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞങ്ങളിവിടെ കാണാൻ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു സങ്കടമല്ലേ. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാട്ടോ, എല്ലാവരും വന്ന് കാണാം. നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കാണിച്ചിട്ടാ ബാക്കി. ഉരുള് പൊട്ടിയപ്പോൾ പോലീസുകാരൊക്കെ കംപ്ലൈൻറ്റ് ഈ സ്ഥലത്തേന്ന് എന്താ ഉരുള് പൊട്ടിയ മനുഷ്യന്മാരൊക്കെ അപ്പുറം സൈഡിലേനു, ഇങ്ങോട്ട് വരാൻ യാതൊരു ഇതുമില്ല. എന്നിട്ട് പെട്ടെന്ന് പട്ടാളം ഉണ്ടാക്കിയതാ. പട്ടാളത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ പാലാണ് ഇത്. കണ്ടോ എന്താല്ലേ, എന്നാൽ നമുക്കൊന്നും ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റൂല. ഇതൊക്കെ ഉരുള് പൊട്ടി വന്ന സംഭവങ്ങളാ. കണ്ടോ, ഇവിടെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും. പക്ഷേ ഭയങ്കര സങ്കടം എന്തൊക്കെയോ ആണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊക്കെ ഉരുള് പൊട്ടി വന്നതാണ്. ഇത് ഇവിടുത്തെ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്ക്, ഇവിടെയൊക്കെ ഫുള്ള് മൂടിപ്പോയി. ഇത് ഇവിടുത്തെ ഒരു അമ്പലം തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി നിങ്ങൾ അല്ലേ, എന്താ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഉരുൾ പൊട്ടി. എത്ര ദൂരത്താണ് അങ്ങോട്ട് വന്നത് നോക്ക്. അത്രയും ദൂരത്തു നിന്നാണ് ഈ സ്ഥലമൊക്കെ പോയത്. കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് വൈത്തിരി ഫാമില്ലേ, ഇവിടെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടുന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജും ഇല്ലേനു. പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് തോന്നില്ല. പക്ഷേ എന്നാലും ഉള്ളതൊക്കെ തന്നെ അതിലിടുന്നുണ്ട്. കുറേ ഇവിടെ കുട്ടികൾക്ക് വെച്ച് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിനി. അതിലൊക്കെ നമുക്കും കയറാം, ഞങ്ങളും കയറിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ചേട്ടാ ഇതിന് കിട്ടാ അടിപൊളിയാവും. എനിക്ക് പേടി, എൻ്റെ കാണിക്കാണ. കയ്യിലടിക്കൂലേ. പുറത്തുണ്ട്. അവിടെ നിന്ന് അന്തത്ത് കാട്ട് അല്ല പിന്നെ ഉള്ളിൽ കയറ്റതിന്റെ
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ വീഡിയോസൊന്നും കിട്ടിയില്ല. പിന്നെ അടുത്ത ട്രിപ്പിൽ പൊളിക്കാം. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.